അതെ ഹലോ. എടോ തനിക്കിത് എന്തിൻ്റെ കേടാ? ഞാൻ ഇപ്പോഴല്ലേ തന്നെ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് പറഞ്ഞു വിട്ടേ. അങ്ങനെ പറഞ്ഞു വിട്ടാൽ പോകുന്ന ഇഷ്ടമല്ല ഇതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എടോ താൻ വറിയാവണ്ട, തൻ്റെ വറി എനിക്ക് മനസ്സിലായി. ഇങ്ങനൊന്നും അല്ലൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഒരു റോസാപ്പൂ 30 രൂപ, ഡയറി മിൽക്ക് സിൽക്ക് 80, ബബ്ലി 160, ഫ്ലേവർ ഇല്ലാത്തത് 40 രൂപ എന്നൊക്കെ പറയുന്നു. പക്ഷേ പൈസ വേണ്ടേ? താനുമായിട്ട് സാമ്പത്തികം ഇല്ലാത്തൊരു ദാമ്പത്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹോപ്പ് യു ടു കോപ്പറേറ്റ്. എടോ മലയാളത്തിൽ നാണം എന്നൊരു വാക്കുണ്ട്, താൻ കേട്ടിട്ടുണ്ടോ? അതൊക്കെ കല്യാണം കഴിഞ്ഞല്ലേ. താൻ ഇപ്പോൾ പോന്നോ അത് ഞങ്ങളെ വിളിച്ചു കൂട്ടണോ? ഓക്കെ. കടയിൽ ചോദിച്ചപ്പോൾ 30 രൂപ എന്ന് പറഞ്ഞു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കട്ട് പറിച്ചതാണ്. മുള്ളൊക്കെ കൊണ്ടിട്ടുണ്ട്. ഐ ലവ് യു. പോകാൻ. നീ ഉള്ളതാന്നോ ഈ പറയുന്നേ? എൻ്റെ പൊന്നു ചേച്ചി, അവർ തമ്മിൽ ഇഷ്ടത്തില്ല. പക്ഷെ അവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. ഏതാടി കൊച്ച്? അത് ആ മില്ലുകാരൻ റെജിയുടെ മോളാ. അങ്ങനാണെങ്കിൽ നമുക്ക് ഓണത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാലോടി. എൻ്റെ പൊന്നു ചേച്ചി, അവൻ അവളുടെ പുറം നടക്കാന്ന് അയാളെങ്ങാനും അറിഞ്ഞോണ്ടല്ലോ അവൻ്റെ മല്ലിപ്പൊടി ഇങ്ങനെ പൊടിച്ചു തരും. എടി ആ കൊച്ചിന് ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാവടി. കല്യാണമൊക്കെ കഴിയുമ്പോഴേ ഒരു ഉത്തരവാദിത്വ ബോധവും ഭാവിയെക്കുറിച്ചൊരു ചിന്തയൊക്കെ വന്നാലോടി. കല്യാണമൊക്കെ കഴിഞ്ഞാലേ അവന് ഭാവിയെക്കുറിച്ച് ആയിരിക്കത്തില്ല ചിന്ത. പക്ഷെ ചേച്ചി വിഷമിക്കേണ്ട. ആ പെണ്ണിനെ കൊണ്ട് തന്നെ അവനെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ളൊരു പയ്യനാക്കി മാറ്റാൻ ഞാനൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തുവാ? ചേച്ചി കേട്ടിട്ടില്ലേ, ഇൻസൾട്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്? അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അവനായിരുന്നേനെ. അങ്ങനല്ല ചേച്ചി, അവൻ ഇഷ്ടമുള്ളൊരു പെണ്ണ് ഇൻസൾട്ട് ചെയ്യുമ്പം കളി മാറും. അതിനുള്ളൊരു പരിപാടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്തുവാ? പട്ടിയല്ല മോളെ, കാടും പടലും. മോളെ മോക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ കാർത്തിക്കിന്റെ കുഞ്ഞമ്മയാ, കുഞ്ഞുമോള്. കുംഭകോണത്തുള്ള ആ അപ്പൊ അറിയാല്ലേ, മോക്ക് അവനെ ഇഷ്ടമാണല്ലേ? ഇഷ്ടവാ, ഞാനെല്ലാം കണ്ടു. എൻ്റെ പൊന്നു മോളെ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ സാധനം വഴി കൂടെ പോയിട്ടില്ല. ജോലിയില്ല, അനുസരണം എന്ന് പറയുന്നത് അവൻ എന്താന്ന് കൂടി അറിയത്തില്ല. മൊത്തത്തിലൊരു ടാലി ഇല്ലാത്ത ഒരു ബാലൻസ് ഷീറ്റാണ് അവൻ്റെ ജീവിതം. പക്ഷേ മോള് വിചാരിച്ച നമുക്ക് അവൻ്റെ ജീവിതത്തിലൊരു ടാലി ഉണ്ടാക്കാം. അയ്യോ, അത് പിന്നെ ഞാൻ സയൻസ് ആയിരുന്നു, കോമേഴ്സ് അല്ല. അടിപൊളി, നല്ല പറ്റിയ വിത്ത് തന്നെ അവന്. എൻ്റെ പൊന്നു മോളെ, അവൻ നിൻ്റെ പുറകെ വരുന്ന സമയത്ത് അവൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് നിൻ്റെ മുമ്പിൽ ആളാവാനെങ്കിലും അവൻ ജോലിക്ക് പോകാൻ തോന്നണം അവന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ? എന്നെ വേണ്ടെന്ന് വെച്ച് പോയാലോ? എന്ത് പ്രശ്നം? അവനൊരു നല്ല നിലയിലെത്തി ഒരു നല്ല ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ പറയാം ഇത് നാടകമായിരുന്നെന്ന്. അല്ല, അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട, ഇത് നമുക്ക് കൊളുത്താം. സ്വന്തം തന്തയ്ക്ക് വിളിച്ചാൽ പോലും ചിരിച്ചോണ്ടിരിക്കുന്നവൻ അവൻ. ഇത് വല്ലതും നടക്കുവോ? എന്നാൽ നാളെ അവൻ കരയും, ചേച്ചി അത് കാണും. ഞാൻ ആദ്യം അവനെ പോയി ഒന്ന് കാണട്ടെ. ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. റോബർട്ട് ഡിക്രൂസ് റിജക്റ്റ്. താടിക്കാരൻ കൊള്ളാലോ, ആക്സെപ്റ്റ്. കുഞ്ഞുമോളെ എന്തവാ? നീ പറഞ്ഞ പോലെ ഇന്നവളെന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കി തരുവേ? ഈ കുഞ്ഞുമോൾക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അവൾ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ദാ ഇവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. ഒരു മിനിറ്റ്. ചേച്ചി, ഇതാ ചേച്ചിയുടെ ഭാവി മരുമോളതാണ്ട് കണ്ട. മീനു, എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ട്. അതിന് മുമ്പ് താൻ ഇത് വാങ്ങിച്ചിട്ട് തന്നെ ഇഷ്ടമാണെന്ന് പറയണം. എടോ, എനിക്കൊരു ആണിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. തന്നെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. താൻ തമാശ പറയാതെ. താനൊരു തമാശ തന്നെയാ. എനിക്ക് മാത്രമല്ല, വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ. നാട്ടുകാർക്ക് എന്താ തമാശ? താനെന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നടക്കുമല്ലേ? തൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നല്ലൊരു ജോലിയുണ്ടോ? പോട്ടെ,
തൻ്റെ കയ്യിലിരിക്കുന്ന റോസാപ്പൂവിൻ്റെ കാശ് ആരുടെയാ? തൻ്റെ വീട്ടുകാരല്ലയോ? സത്യം പറഞ്ഞാൽ താനൊരു അട്ടർ വേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പറയുമോ, ഇനിയെങ്കിലും എൻ്റെ പിറകെ ഇങ്ങനെ നടന്ന് നാട്ടുകാരുടെ മുന്നിൽ എന്നെ കൂടി ഒരു കോമാളിയാക്കരുത്. എൻ്റെ പൊന്നോ, കലക്കി തിമിർത്ത്. ഇനി ഞാൻ പോയി എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് വരാം. ബാക്കി ഗാലറിയിലിരുന്ന് നിങ്ങൾ കാണും. ഓ, ഈ കേറ്റമൊക്കെ കൊണ്ട് ഇറക്കത്ത് വെക്കരുത്. എടാ കാർത്തി, അവളെന്തുവാടാ പറഞ്ഞിട്ട് പോയത്? അവൾ പറഞ്ഞതിനെല്ലാം നീ പകരം വീട്ടണം. വലിയ ജോലിയൊക്കെ ആയിട്ട് കാറും ബംഗ്ലാവും ഒക്കെ ആയിട്ട് അവിടെ മുന്നിൽ തന്നെ പോയി നിൽക്കണം. കുഞ്ഞമ്മേ, എൻ്റെ ലൈഫിൽ ഇന്ന് വരെ എന്നോട് ഇങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല. കുഞ്ഞമ്മ പറഞ്ഞ പോലെ എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം. വലിയ കാറും ബംഗ്ലാവും ജോലിയൊക്കെ ആയിട്ട് അവിടെ മുമ്പിൽ പോയി നിന്നാ അവൾ എന്തായിരിക്കും പറയുന്നത്? ഓ, അവളെന്നെ പറയാനാ? നീ നന്നാവുമെന്ന് അറിയായിരുന്നു, അതിന് വേണ്ടി ഇത് പറഞ്ഞാന്ന് പറയും. നീ എന്തോന്നാ ഇപ്പം ഈ വലിച്ചു കീറി കളഞ്ഞത്? അവൾക്കുള്ള സർപ്രൈസ് KRK കമ്പനിയിൽ നിന്ന് വന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററാ. ഞാൻ ഇതിലെങ്ങാനും പോയി ജോയിൻ ചെയ്തിരുന്നെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ടാന്ന് വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇനി ലൈഫിൽ ഞാൻ ജോലിക്ക് പോകത്തില്ല. കുഞ്ഞമ്മേ, ഭാവിയിൽ ഞാൻ വല്ല മോട്ടിവേഷനും കേട്ട് ജോലിക്ക് എങ്ങാനും പോകാൻ ശ്രമിച്ചാൽ കുഞ്ഞമ്മ വേണം എന്നെ തടുക്കാൻ. ആ, അപ്പോൾ എനിക്ക് വേണ്ടി പോയി പണിയെടുത്തോ. എന്താണ് എന്തെങ്കിലും റിയാക്ഷൻ